ഹലോ, ഹായ്, എന്തൊക്കെയാ സുഖമാണോ? അപ്പം ഞാൻ ഇന്നൊരു വ്ളോഗ് ആയിട്ട് വരികയാണ്. ആ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ബേസ്ഡ് ആയിട്ട് വ്ളോഗാണ്, വേറെ ഒന്നുമില്ല. സാധാരണ ഞാൻ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് എൻ്റെ വ്ളോഗൊക്കെ നിങ്ങൾ സാധാരണ കാണാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചൊരു ടെമ്പിൾ വ്ളോഗായിട്ട് വരാമെന്നുള്ളത്. എന്താ വെച്ചാൽ ടെമ്പിൾ വ്ളോഗായിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല വന്നത്. ആക്ച്വലി എനിക്കങ്ങനൊരു ഇത് കിട്ടി. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നിങ്ങൾ എൻ്റെ പല വ്ളോഗ്സിലും കേട്ടിട്ടുണ്ടാവും, ഭഗവത്ഗീത ക്ലാസ്സിന് ഞാൻ പോകുന്ന മുതൂറ്റമ്പലം ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതായത് ഞങ്ങളെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ദിനമായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തലേ ദിവസം മുതൽക്ക് ഞങ്ങൾക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തുടങ്ങാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ആ അമ്പലത്തിൻ്റെ ഒരു മാതൃസമിതിൻ്റെ ഒരു മെമ്പറും കൂടി ആയതുകൊണ്ട് എനിക്ക് ആ അതൊന്നും എടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മളും അതിൽ ഇൻവോൾവ് ആണല്ലോ, അപ്പോൾ നമ്മളും പല കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇറങ്ങിയോണ്ട് എനിക്ക് ഫോൺ എടുത്തതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് നെക്സ്റ്റ് ഡേ തന്നെ ഇതേപോലെ അമ്പലത്തിൻ്റെ പ്രോഗ്രാംസ് രാവിലെ ഏകദേശം 5:30 തുടങ്ങും. ഞാൻ ഏകദേശം ഒരു 8 മണിക്കാണ് അവിടെ എത്തിയത്. 8 മണിക്ക് ശേഷമുള്ള ചെറിയ ചെറിയ വ്ളോഗ്സാണ്, ചെറിയ ഷോർട്സാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ ഷോർട്സിലൊക്കെ അത്യാവശ്യം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിലെനിക്ക് ഉച്ചത്തെ ഫുഡിൻ്റെ കാര്യമൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. സദ്യയായിരുന്നു. അപ്പോൾ ആ ഫുഡൊക്കെ ഞാൻ അതായത് വിളമ്പാനൊക്കെ ഞാൻ പോയതുകൊണ്ട് എനിക്കതിൽ പറ്റില്ല. പിന്നെ എനിക്ക് ഫുഡിൻ്റെ നമ്മളെ ക്ലീനിങ് ഒക്കെ സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് ചെയ്യാനൊന്നും എനിക്കതും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ അമ്പലത്തിൻ്റെ ആക്ച്വലി കുറച്ചും കൂടി എലാബറേറ്റഡ് ആയ അമ്പലത്തിൻ്റെ ഇത് പോകുന്നുണ്ടായിരുന്നു. ആ അമ്പലം എന്ന് പറയുന്നത് കിരാതമൂർത്തിയായ ശിവൻ്റെ ഒരു അമ്പലമാണ്. അപ്പം നമ്മളെ ബാലുശ്ശേരിയുള്ള കോട്ട, ഫേമസ് ആയിട്ട് കോട്ട കേട്ടിട്ടുണ്ടാവും, ടിപ്പു സുൽത്താനൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തൊരു അമ്പലമായിരുന്നു അത്. ആ അമ്പലത്തിൻ്റെ അതേ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് ശരിക്കും ഒരു കുട്ടി അമ്പലമാണ്, നല്ല ക്യൂട്ട് അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിൽ അത്യാവശ്യം എല്ലാ ജനങ്ങളും കൂടിയിട്ട് നല്ലൊരു രീതിയിലാണ് അമ്പലം ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലം കൂടിയാണ്. എന്താ വെച്ചാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഏകദേശം നല്ല കുറേ അമ്പലങ്ങളുണ്ട്, അറിയപ്പെടാത്ത കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഞാനത് വഴിയെ എനിക്ക് എൻ്റെ അതായത് എൻ്റെ ഇതിനനുസരിച്ച് ഞാൻ കാണിച്ചിരുന്നുണ്ട്. നമ്മൾ കാവിലെ അമ്പലമുണ്ട്, കാഞ്ഞശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. പിന്നെ ഞങ്ങളെ മുമ്പ് തന്നെ ഒരു വിഷ്ണുവിൻ്റെ ഒരു അമ്പലമുണ്ട്, പൊറ്റോല അമ്പലം എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ആരും പൊറ്റോല അമ്പലമൊക്കെ കുറച്ചും കൂടി നല്ല പഴക്കമുള്ളൊരു അമ്പലമാണ്. പക്ഷെ ആരും അത്ര ഒരു ഇതൊന്നും ചെയ്യാത്തൊരു അമ്പലമാണ്. അതൊക്കെ നല്ല 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 അടിപൊളിയായിട്ടുള്ളൊരു അമ്പലമാണ്. കാണാൻ നല്ല അടിപൊളി അമ്പലങ്ങളാട്ടോ ഇതൊക്കെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനെ ശരിക്കും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും കൊണ്ടുപോകുകയാണെന്ന് വെച്ചാൽ അമ്പലങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. പക്ഷെ ജനങ്ങളും നമ്മളൊക്കെ ആണല്ലോ അതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കേണ്ടതും ചെയ്യേണ്ടത്. അതുകൊണ്ട് മാത്രമുള്ളൊരു പോരായ്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഈ അമ്പലം മുതൂറ്റമ്പലം എന്ന് പറയുന്നത്, എൻ്റെ ഈ അമ്പലം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതായത് എൻ്റെ സൈഡിലുള്ള ഈ മുതൂറ്റമ്പലം ഇപ്പം നല്ല രീതിയിൽ നല്ലൊരു ഭംഗിയുള്ളൊരു അമ്പലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണിത്. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ലോങ് വീഡിയോ ഒന്നല്ല. അപ്പം എനിക്ക് അതിൽ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ അമ്പലത്തിൻ്റെ എന്തായാലും ഞാൻ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഒരു എന്താ പറയുക വ്ളോഗ് എടുക്കുന്നത്, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ ഞാൻ പഠിച്ച് വരുന്നുള്ളൂ. പഠിച്ച് ഏകദേശം റെഡിയായി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, എല്ലാം നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. എൻ്റെ വ്ളോഗ്സൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഒരു ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗിവിങ് മി ഫുൾ സപ്പോർട്ട്. താങ്ക് യു. ഹലോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു എത്തുമ്പടിയും കിട്ടാത്ത പോലെ. എന്താ വെച്ചാൽ ഉച്ച ശേഷം അമ്പലത്തിൽ പോകാനുണ്ട്, അവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ നാളെ ഞങ്ങൾക്ക് പ്രതിഷ്ഠാ ദിനമൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന്, മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു തോതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അപ്പോൾ ഉപ്പുമാവ് ആക്കി ഗോതമ്പിൻ്റെ. അപ്പം പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പഴം ബാക്കിയുള്ളതുകൊണ്ട് പഴം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്ത് അങ്ങനെ പിറ്റേന്ന് രാവിലത്തേതാണ് കേട്ടോ അത്. എന്താ വെച്ചാൽ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് എനിക്ക് പോകാനുള്ളതുകൊണ്ട് 8 മണിയാകുമ്പോൾ അമ്പലത്തിലെത്തണം. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി വെക്കണം.
അതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റ് ഞാൻ വിചാരിച്ചു ഇന്ന് ഇഡ്ഡലിയും സാമ്പാറൊക്കെ അതാകുമ്പം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചും അതിലേക്ക് എടുക്കാമല്ലോ കറിയായിട്ട്. അപ്പോൾ ഞാൻ പുറപ്പെട്ട് ഒക്കെ സെറ്റായി വേഷ്ടി മുണ്ടുടുത്ത് അമ്പലത്തേക്ക് 8 മണിയാകുമ്പോൾ എത്തണമല്ലോ. അപ്പം എങ്ങനെയുണ്ട് വേഷ്ടി മുണ്ടുടുത്തിട്ട്? അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇന്ന് വേഷ്ടി തന്നെ ആക്കാം എന്ന് വിചാരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് അങ്ങനെ ഇതാ ഞാൻ പുറപ്പെട്ടത്. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ ഇറങ്ങി അവിടെ എത്തി. ഇതാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്ക് യാർഡ്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വ്ളോഗിൽ. ഇത് ഞങ്ങളെ ടീമുകളെല്ലാവരുമാണ്. അതായത് അവിടെ ഫുഡ് അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. ഉച്ചത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അവിടുന്ന്. അത് ചെറിയൊരു പ്രോഗ്രാമാണ്, വലിയ പ്രോഗ്രാമൊന്നും. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വടയും സംബന്ധിയായിരുന്നു. ചെറിയ പ്രോഗ്രാമായിരുന്നു അത് വലുതെന്നല്ല, പ്രതിഷ്ഠാ ദിനമാണ്. അതായത് ഞങ്ങളെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമായിരുന്നു. അപ്പം അത് അത്ര വലിയൊരു ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞങ്ങളെ ഉത്സവം കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതാണ് കേട്ടത്. അപ്പം എനിക്ക് ബാക്കി വ്ളോഗ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഫുള്ളി നമ്മൾ വർക്കിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പൂജ നടക്കുകയാണ് അവിടെ കംപ്ലീറ്റ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് പൂജ നടക്കുന്നു. അപ്പോൾ ആൾക്കാർ ഈ പൂജ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്രസാദം കിട്ടാൻ. ഇതാണ് ഞങ്ങളുടെ മാതൃസമിതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ. എൻ്റെ കൂടെയുള്ള അംഗങ്ങളാണ്. എല്ലാവരും നല്ല തകൃതിയായ പണിയിലാണ്, ഉഷാറായിട്ട് പണിയെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടീമാണ് എല്ലാവരും. ഇതാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ, നമ്മളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ കൂടെയുള്ള അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ. ഇത് എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ ദെൻ ബൈ.